കൃഷ്ണകൃപാസാഗരം. രാധേ, എന്റെ സാമീപ്യം പോലും അറിയാതെ ഇത്ര ഗാഢമായി എന്താണ് ചിന്തിക്കുന്നത്? കണ്ണിനെ കുറിച്ചല്ലാതെ എനിക്ക് ചിന്തിക്കാൻ വേറെന്താ ഉള്ളത്? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. എന്റെ മനസ്സ് എത്രമാത്രം വിവശമാകുന്നു എന്ന് കണ്ണൻ അറിയാതെ പോകുന്നുവല്ലോ. എപ്പോഴും നീ എന്നിലുണ്ട്, ഞാൻ നിന്നിലും. പിന്നെന്തിന് ഇത്തരം ആശങ്കകൾ? ഇത്തരം ന്യായവാദങ്ങളൊന്നും എന്നെ ആശ്വസിപ്പിക്കാൻ ഉതകില്ല. അതിന് കാരണവുമുണ്ട്. എന്നോടുള്ള പ്രേമം നിന്നിൽ സ്വാർത്ഥതയായി പരിണമിച്ചിരിക്കുന്നു. പ്രേമം എങ്ങനെ അഹങ്കാരമാവും? ഞാൻ കണ്ണനെ സ്വന്തമെന്ന് കരുതുന്നത് എങ്ങനെ അവിവേകമാവും? പ്രേമമെല്ലാം നൽകുകയേ ചെയ്യുന്നുള്ളൂ, യാതൊന്നും തിരികെ പ്രതീക്ഷിക്കരുത്. അതെങ്ങനെ രാധയ്ക്ക് ഹിതകരമാകും എന്നാണ് എന്റെ ശങ്ക. വേണുഗാനം കേട്ടാൽ ഗോപികമാരെല്ലാം എന്റെ ചാരേ വന്നണയും. രാധയ്ക്കത് ഒരിക്കലും സന്തോഷകരമാവില്ലല്ലോ. ഞാൻ നിശ്ചയിച്ചാൽ അവർക്ക് വരാൻ കഴിയില്ല. ഞാൻ അനുവദിക്കില്ല. സരളേ, ഇതാണോ ജോലി ചെയ്യുന്ന രീതി? നീ എന്താ ദിവാസ്വപ്നം കണ്ട് നിൽക്കുകയാണോ? കണ്ണന്റെ വേണുഗാനം. വേഗം ചെന്ന് പാല് കാച്ച നോക്ക്. ചന്ദ്രേ, 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 നിനക്കെന്താ കാത് കേക്കില്ലേ? കണ്ണാ, എനിക്ക് തോന്നുന്നു അങ്ങെന്നെ അങ്ങയുടെ ചിന്തകളിൽ ഉൾപ്പെടുത്തുകയാണെന്ന്. സ്വന്തം മായകള് എന്നെ ഭയപ്പെടുത്തുകയാണെന്ന്. ഇല്ല രാധേ, അങ്ങനെയൊന്നുമില്ല. ഈ സൃഷ്ടിയെ നോക്കുക. ഈ പ്രപഞ്ചത്തിലെല്ലാം തന്നെ ഇല്ലാതാവുകയും വിഭിന്നമായി തീരുകയും ചെയ്യും. ഇങ്ങനെയുള്ള ലോകത്തിൽ നാം ചിലപ്പോൾ പ്രത്യക്ഷമായും ചിലപ്പോൾ പരോക്ഷമായും നമ്മുടെ ലീലാവിനോദങ്ങളുടെ സന്തോഷം ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജീവജാലങ്ങളിലും നല്ലതും ചീത്തയും നാം തന്നെയാണ്. വധിക്കുന്നവനും നാമാണ്, വധിക്കപ്പെടുന്നതും നാം തന്നെയാണ്. മാതാവും നാമാണ്, പുത്രനും നാമാണ്, മുനിവര്യനും നാമാണ്,
ദുഷ്ടനും നാമാണ്. കൃഷ്ണനും നാമാണ്, അതുപോലെ രാധയും നാം തന്നെയാണ്. ആശങ്കയെല്ലാം വെടിയൂ രാധേ. എന്നിട്ട് നീ അവരെ ഓരോരുത്തരെയും നോക്കുക. ഓരോ താങ്ങിനും ഓരോ അടിസ്ഥാനമുണ്ടായിരിക്കും. ഫലത്തിന്റെ അടിസ്ഥാനം പൂവായിരിക്കുന്നത് പോലെ പൂവിന്റെ അടിസ്ഥാനം ഇലയും, ഇലയ്ക്ക് അടിസ്ഥാനം വൃക്ഷമായിരിക്കുന്നത് പോലെ വൃക്ഷത്തിന്റെ അടിസ്ഥാനം ഫലമായിരിക്കുന്നത് പോലെ ഈ വിശ്വത്തിന്റെ മുഴുവനും അടിസ്ഥാനം നാമാണ്. അതുപോലെ നമ്മുടെ അടിസ്ഥാനം ദേവിയാണ്. കാരണം നാം എന്നും ദേവിയിൽ നിശ്ചിതമായിരിക്കുകയാണ്. പക്ഷേ ദേവി നമ്മുടെ ശക്തിയുടെ പര്യായമായിട്ടും നമ്മുടെ മായയെ സംശയിച്ച് ഗോപികമാരുടെ സ്വരൂപത്തിൽ പോലും ദർശനം നൽകുന്നു. ഓരോ ഗോപികമാരിലും നമുക്ക് രാധയെ മാത്രമേ ദർശിക്കാൻ സാധിക്കുന്നു. നോക്കൂ രാധേ, ഈ സൃഷ്ടിയിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഏതെങ്കിലും കാമുകി കാമുകന്മാർ കണ്ടുമുട്ടുമ്പോൾ അവർ മറ്റാരുമല്ല, രാധയും കൃഷ്ണനുമായിരിക്കും. എന്റെ സ്വാർത്ഥതയും അഹങ്കാരവുമെല്ലാം ശമിച്ചിരിക്കുന്നു. മാപ്പ്, എന്റെ അവിവേകത്തിന് മാപ്പ്. ഇപ്പോൾ ബോധ്യമായോ രാധയ്ക്ക്? അവരിലൊക്കെയും ഞാൻ കാണുന്നത് രാധയെ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലെ പ്രണയികളെല്ലാം മറ്റാരുമല്ല, കൃഷ്ണനും രാധയും തന്നെയാണ്. അതറിഞ്ഞ് ഇനിയെങ്കിലും മനസ്സ് ശാന്തമാക്കൂ. ഇത്ര വേഗം മുഴുമിപ്പിച്ചോ എന്ന് പറയാം. ഈ ഒരു ചെറിയ ജോലി കൂടി ബാക്കി. എങ്ങനെ ഇരിക്കുന്നു? മനോഹരമായിട്ടുണ്ട്. രോഹിണിയെ പ്രശംസിക്കുക തന്നെ വേണം. അഭിനന്ദനം നന്ദിപൂർവ്വം സ്വീകരിച്ചിരിക്കുന്നു. ഇനി ആ കൈകൾ ഇങ്ങോട്ട് നീട്ടൂ. മടിക്കേണ്ടതില്ല. ഇത് യശോദയ്ക്ക് വേണ്ടിയാണ്. വിശേഷ അവസരങ്ങളിൽ ധരിക്കാൻ എന്റെ വക. വിശേഷാവസരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. വിഷ്ണു പൂജ നടത്തേണ്ട കാര്യം കണ്ണന്റെ അച്ഛൻ മറന്നതായിരിക്കുമോ? അതേക്കുറിച്ച് ഒന്നും സംസാരിച്ചു കേട്ടില്ല. നാളുകൾ അടുത്തുവല്ലോ, വിസ്മരിച്ചിട്ടാവില്ല. എന്നാലും ഇന്ന് തന്നെ ഏടത്തെ ഇക്കാര്യം ഉണർത്തിക്കണം. ആ, തക്ക സമയത്ത് തന്നെ അങ്ങ് എത്തിയല്ലോ. അതിനും മാത്രം എന്താണ് ഇത്ര വിശേഷം? വിഷ്ണു പൂജയുടെ കാര്യം സംസാരിക്കായിരുന്നു ഞങ്ങള്. തീർച്ചയായും നടത്തണം. ആയതിൽ എന്ത് സന്ദേഹം? അടുത്ത ആഴ്ചയല്ലേ നാള് വരുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യേണ്ടതില്ലേ? എല്ലാം യഥാവിധി വേണം. കേവലം ഐശ്വര്യ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല വിഷ്ണുപൂജ. ഭഗവാന്റെ അനുഗ്രഹം പരിരക്ഷയായി ലഭിക്കുവാൻ കൂടിയാണ്. അതിനാലാണെന്ന് വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കേണ്ടതും രാത്രി മുഴുവൻ നിദ്ര വെടിഞ്ഞ് വ്രതമനുഷ്ഠിക്കേണ്ടതും. കണ്ണന്റെ നേർക്ക് വന്നെടുക്കുന്ന ഓരോ വിപത്തുകളെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ശരണമാർഗവും തേടേണ്ടത് തന്നെ. നാളെ തന്നെ പുരോഹിതനെ കണ്ട് പൂജാതി കർമ്മങ്ങൾക്കായുള്ള ക്ഷണം നൽകാം. അങ്ങനെ ആവട്ടെ. അച്ഛനെ ഇനിയും കാണുന്നില്ലല്ലോ കണ്ണ. എന്താണാവോ ഇത്രയും വൈകാൻ കാരണം? അവിടെ പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകളൊക്കെ ഒരുക്കുകയാവോ അമ്മേ? അതിന് അച്ഛൻ തന്നെ കൂടെ നിൽക്കണമെന്നുണ്ടോ? മറ്റു ഗോപന്മാരില്ലേ? ഭക്തികർമ്മങ്ങളുടെ കാര്യത്തിൽ അച്ഛൻ അല്പം നിർബന്ധക്കാരനാണെന്ന് അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? ആഹാ, ബ്രാഹ്മണർക്കുള്ള ദാനധർമാദികളെല്ലാം ഇപ്പോഴേ ഓരോന്നായി ഒരുക്കി വെക്കാൻ തുടങ്ങിയോ? അവരുടെ അനുഗ്രഹം കൊണ്ടല്ലേ അച്ഛ ഈ ഭൂമി സുഹൃതമാകുന്നത്.
പ്രഭു, അങ്ങ് എന്താണ് ഇത്രയും വൈകിയത്? ഉച്ചയോട് തിരിച്ചു വരാമെന്ന് പറഞ്ഞില്ലേ പോയത്? അംബികാവനത്തിൽ നിന്ന് തിരിക്കുമ്പോഴേ വൈകി ദേവി. പിന്നെ വരുന്ന വഴി വൃഷഭാനുവിന്റെ ഭവനത്തിലൊന്ന് കയറി. അദ്ദേഹത്തിന് ഏറെ നിർബന്ധം. വരൂ, ഇന്ന് അന്നപാനാദികളൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. എന്തെങ്കിലും കഴിച്ചിട്ടാവാം. സുഭിക്ഷമായി കഴിച്ചു ദേവി. അവിടെ വൃഷഭാനുവിന്റെ ഭവനത്തിൽ പോയാൽ സൽക്കാരങ്ങൾക്കാണോ കുറവ്? അച്ഛാ, നാളെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? സർവ്വ ഒരുക്കങ്ങളും കഴിഞ്ഞു കണ്ണ. ഇനി വെളുപ്പം കാലത്ത് ഗോപന്മാരോടൊപ്പം യാത്ര തിരിക്കണം, അത്ര തന്നെ. അച്ഛാ, അംബികാവനത്തിൽ എപ്പോഴെങ്കിലും ഒരു പൂജ ചെയ്യുന്നതിന് പകരം എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ടാക്കിയാലെന്താ? അച്ഛനും ആഗ്രഹമുണ്ട് കണ്ണ. അത് ഇക്കുറിയോട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, കണ്ണനും വരുന്നോ പൂജയ്ക്ക്? വേണ്ട, കണ്ണനെ കൂട്ടണ്ട. അവിടെ പൂജയിലെ പ്രധാന ചടങ്ങ് രാത്രി ഉറക്കമൊഴിക്കലല്ലേ. കുട്ടികൾ ഉറക്കമൊഴിക്കുന്നത് അത്ര ശരിയല്ല. രാത്രി പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ഇത്തരം വിശേഷ ദിവസങ്ങളിൽ ആർക്കാണ് ദേവി ഉറക്കം വരിക? കണ്ണൻ അടുത്തില്ലെങ്കിൽ രാത്രി എനിക്കൊരുപോലെ കണ്ണടയില്ല. കണ്ണനെ കൊണ്ടുപോണ്ട. കണ്ണൻ എന്തു പറയുന്നു? വേണ്ട അച്ഛാ, എങ്കിലും എന്റെ മനസ്സ് എപ്പോഴും അവിടെ തന്നെ കാണും. ഇനി ദാനധർമ്മങ്ങളാവാം. അങ്ങനെ ആവട്ടെ. വിഷ്ണു ദർശനം മനസ്സിന് എന്തെന്നില്ലാത്ത തൃപ്തി നൽകി. മനമൊരുക്കി കണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. നന്ദഗോപരെ, ഇപ്പോഴും കണ്ണന്റെ ദിവ്യശക്തിയെപ്പറ്റി അങ്ങയ്ക്ക് നിശ്ചയമില്ലെന്നുണ്ടോ? ഗോവർദ്ധന ഗിരിധാരി, ഗോപാലകൃഷ്ണ മുരാരി, കണ്ണന് ആരാലും ഒരു ആപത്തും ഭവിക്കില്ല. ഭവിക്കരുത് എന്ന് മാത്രമാണ് 1000 തവണ പ്രാർത്ഥിക്കുന്നതും. അങ്ങയുടെ പ്രാർത്ഥനയുടെ ഫലം കൂടി കണ്ണന് പരീക്ഷയായി ഭവിക്കട്ടെ. അതും നല്ലത് തന്നെ. ഇത്രമേൽ സ്നേഹസ്വരൂപരായ മാതാപിതാക്കളെ കിട്ടിയതും കണ്ണന്റെ പുണ്യം. പൂജയുടെയും വ്രതത്തിന്റെയും പൂർണ്ണ സാഫല്യം ലഭിക്കണമെങ്കിൽ ഈ രാത്രി ആരും ഉറങ്ങാൻ പാടുള്ളതല്ല. അറിയാമല്ലോ. നമുക്കുടനെ തിരിക്കണം. ഇന്ന് ബ്രാഹ്മണോത്തമന്റെ ഹരികഥാ കഥനവും ശ്രവിച്ച് നമുക്ക് വ്രതശുദ്ധി പാലിക്കാം.
സേവനം കാലമായിട്ടുണ്ട്. എല്ലാവരും അകത്തേക്ക് വന്നാലും. അങ്ങനെ ആവട്ടെ. ദാമോദരായ ദേവായ മുജ്ജമേഖലിനെ നമഃ. നമസ്തേ ഭഗവാൻ വിഷ്ണു. നമസ്തേ ഭഗവാൻ ശിവ. നമസ്തേ ഭഗവാൻ ദേവ. നമസ്തേ ദേവപൂജിത. ഋഷികേശ നമസ്തേസ്തു. സ്വർണകേശ നമോസ്തുതേ. യശൈനം പടതേ നിത്യം. യശൈനം ശൃണയാനര. പ്രാപ്തോതി പരമം സ്ഥാനം വിഷ്ണുരുദ്ര പ്രസാദജം. വൃഷ്ണിവംശത്തെ സംബന്ധിച്ച കഥകൾ വിസ്തരിച്ചു പറയുവാൻ ജനമേജയൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആദ്യ സൃഷ്ടിയെ വർണ്ണിച്ചു. അത് തന്നെ സൂതൻ ശൗനകനോട് പറയുന്നതായിട്ടാണ് ആയതു തന്നെയാണ് പ്രധാന പുരുഷാകാരനായി വിലസുന്ന ബ്രഹ്മാവ്. സർവലോകം സൃഷ്ടിക്കുന്നത് നാരായണ പാരായണനായ ആ ബ്രഹ്മാവ് തന്നെ. ആദ്യമായി മന്ത്രം, പിന്നീട് അഹങ്കാരത്തിൽ നിന്നാകും പഞ്ചഭൂതങ്ങൾ. സ്വയംഭൂവായ ബ്രഹ്മാവ് നാനാലോകങ്ങളെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ആദ്യമായി മാതൃകകൾ സൃഷ്ടിച്ചു. അവയിൽ വീര്യത്തെ ചേർത്ത് അത് മഹത്തായ അണ്ടമായി തീർന്നു. വളരെ കാലം ജലത്തിൽ കിടന്നു. ആ അണ്ടം പൊട്ടിയാണ് മണ്ണും പെണ്ണും ഉണ്ടായത്. ദ്യോവും ഭൂമിയുമായുള്ള ആ രണ്ട് കഷ്ണങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് മാക്കി നിർത്തുകയും 10 ദിക്കുകളെ സൃഷ്ടിക്കുകയും ചെയ്തു. എന്താ അത്? പിന്നീടാണ് ആരും പരിശ്രമിക്കണ്ട. വനാന്തരമല്ലേ, പലവിധ വന്യജീവികളുടെ ശബ്ദങ്ങൾ സ്വാഭാവികം. രുദ്രനെയും ആപത്ശങ്ക വെടിയൂ. ബ്രഹ്മാവ് ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. ആയതിനു ശേഷം ശ്രദ്ധ വേണ്ടത് ആവശ്യം തന്നെ. അത് നാം ആയിക്കോളാം. വേണ്ട, അങ്ങ് ഇവിടെ ഇരുന്നോളൂ. ആ കർമ്മം ഞാൻ ഏറ്റെടുക്കാം. ആ, അവരെയാണ് മനു എന്നും ശതരൂപ എന്നും പറയുന്നത്. പിന്നീട് അവർ സൃഷ്ടി തുടങ്ങി. പുരുഷൻ സ്ത്രീയിൽ പ്രജൃഷ്ടി ആരംഭിച്ചത് മുതൽക്കാണ് ലോകത്തിൽ പ്രജാവൃദ്ധി ഉണ്ടായത്. അങ്ങനെ യോനിജ സൃഷ്ടി മുതൽക്കാണ് മന്വന്തരം ആരംഭിക്കുന്നത്. അതുവരെ എല്ലാം മാനസ സൃഷ്ടിയായിരുന്നു. മനുവിന്റെ ആദ്യമായി മഹത്വവും പിന്നെ അഹങ്കാരവും ഉണ്ടായി. അഹങ്കാരത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങളുടെ ഉൽപ്പത്തി. സൃഷ്ടിയുടെ അടിസ്ഥാന നിർവചനമാണ് ഈ വചനം. ഇവിടെ അഹങ്കാരം എന്നത് നാം സാമാന്യ അർത്ഥത്തിൽ വിവക്ഷിക്കുന്ന അഹങ്കാരമല്ല. ഓങ്കാരത്തിൻ്റെ പൊരുളായ പരബ്രഹ്മം സ്വയം സത്വരജസ്തമോ ഗുണങ്ങളുടെ രൂപത്തിൽ 3 വേർപിരിഞ്ഞ് അഹങ്കാരങ്ങളായി പരിണമിച്ചു. ബ്രഹ്മശക്തിയായ മായ സൃഷ്ടിച്ച അഹങ്കാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ബ്രഹ്മം തന്നെ സർവസാക്ഷിയായി വിളങ്ങുന്നു എന്നർത്ഥം.